ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ സ്വകാര്യ ഒരു ഏജൻസി സ്കൈ റൂട്ട് എന്ന് പറയുന്ന ഒരു ഏജൻസി വിക്രം ഫസ്റ്റ് എന്നൊരു റോക്കറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിജയം വളരെ പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ബഹിരാകാശ ഗവേഷണങ്ങളിൽ ഒരു വലിയൊരു മുതൽക്കൂട്ടാവാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാം ആവണം. ഇനി വരും കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരു സ്പേസ് ടൂറിസം തന്നെ ഉണ്ടാവണം. സ്പേസ് ടൂറിസത്തിനോടൊപ്പം നമ്മുടെ നാട് ഡെവലപ്മെൻ്റ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനോടൊപ്പം ചെറിയ ന്യൂസ് വാർത്തകൾ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ ISROയിലെ സയൻറ്റിസ്റ്റുകൾ കൂട്ടത്തോട് രാജിവെക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഫീഷ്യലായിട്ട് ISRO പോലുള്ളൊരു സ്ഥാപനം നമ്മുടെ പബ്ലിക്കിന് അറിയിക്കേണ്ട കാര്യമാണ്. അവർ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആര് രാജിവെച്ചാലും ആര് എന്ത് ചെയ്താലും നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിനെ പോലുള്ള മിസൈൽ മാനുകൾ 100 പേര് ഇവിടെ ജനിക്കും. അവർ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു മുതൽക്കൂട്ടായിട്ടുണ്ടാവും. പ്രൈവറ്റ് സെക്ടറുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണവും ദോഷവും നമുക്ക് ചുറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈവറ്റ് സെക്ടറുകൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രൈവറ്റ് ഏജൻസികൾ വരും. ആ ഏജൻസികൾ കൂടുതലും രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യണമെന്നില്ല. അവർ പ്രൈവറ്റ് ഏജൻസികളാണ്. അവർ ആരാണോ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർക്ക് വേണ്ടി ജോലി ചെയ്യാം. അതുകൊണ്ട് പ്രൈവറ്റ് ഏജൻസികളെ കൂടുതൽ നമ്മുടെ രാജ്യത്തെ സ്വകാര്യമായി നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ഗവൺമെൻറ് മേഖലകളിൽ കൂടുതൽ വൈവിധ്യമായ നിക്ഷേപങ്ങളും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കുറച്ചുകൂടെ ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഉദ്യോഗത്തിൽ വരണമെന്നും അതുപോലെ നമ്മുടെ സ്പേസ് ടൂറിസവും നമ്മുടെ സ്പേസ് കൾച്ചറും എല്ലാം മാറി നല്ലൊരു രീതിയിൽ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി വിക്രം 1നോടൊപ്പം